ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ബാംഗ്ലൂർ സെക്കൻഡ് ഡേ ആണ്. നമ്മളിപ്പോൾ എവിടെ പോവാ ബ്രോ? രാമേശ്വരം കഫേ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പണ്ടൊരു വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ വ്ളോഗ് ചെയ്യാൻ ആദ്യമായിട്ട് പോകുന്നത്. നല്ലൊരു പ്ലേസ് ആണ് ബാക്കി സുമേശ്വരി. അതെ, അടിപൊളിയാണ് അവിടുന്ന് ഫുഡ്. നമ്മുടെ ഇതിനെ ഇൻസ്പയർ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുണ്ട് കൊച്ചിയിൽ ഐഡിൽ കഫേ, അങ്ങനത്തെ ആ ഒരു സെയിം വൈബ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. പക്ഷെ ഫുഡൊക്കെ അന്യായ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുണ്ടാകാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് അവിടേക്ക് പോകാം. ഗൈസ്, ആ കാണുന്നതാണ് രാമേശ്വരം കഫേ. ഇത് ഗീപ്പൊടി ഇഡ്ഡലിയും ഇത് ഗീപ്പൊടി ദോശയും. അങ്ങനെ നമ്മൾ രാമേശ്വരം കഫേന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഗൈസ്. അവിടെ ഇപ്പോൾ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അവിടെ ഒരിക്കൽ സ്ഫോടനമൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ നമ്മളെ ഫുള്ള് സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് അകത്തേക്ക് കയറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന പ്ലാൻ ഫ്ലോപ്പായി. പിന്നെ എന്തൊക്കെ ഓർഡർ ചെയ്തു എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം എടുത്തിട്ട് ബാക്കി അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് അത് നടന്നില്ല. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബ്രഞ്ച് അല്ലേ. 1 മണിയായി നമ്മളവിടെ പോയി കഴിക്കുക. ഇപ്പം 2 മണിയാകുന്നു. അതും ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്താണോ അടുത്ത മൂഡ് തോന്നുന്നത് അതങ്ങനെ നോക്കി പോകാനാണ് പ്ലാൻ. ഇന്ന് ഫുള്ള് ബാംഗ്ലൂർ ഉണ്ടാവും. നാളെ നമ്മൾ ഇവിടുന്ന് വീണ്ടും തിരിക്കും. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പിന്നെ കറക്കമൊന്നും നടന്നില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് മഴ പെയ്ത്, ഭയങ്കരമായിട്ടല്ല, ഇങ്ങനെ ചാറി പെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വാക്കിങ്ങിന് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ നമുക്കൊരാളെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് അല്ലേ, അത് കഴിഞ്ഞെത്തി. ഇപ്പം നമ്മൾ ഇത് ആരോമാസ് ഹൈദരാബാദി ഹൗസ് ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വന്നതാണ് ഗൈസ്. അത് അടുത്ത ബിരിയാണിയിലേക്ക് കിടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പ്ലാൻ കൂടി ഉണ്ട്. അത് ഉറപ്പില്ല. പോയാൽ അതിൻ്റെയും കൂടെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയും പിന്നെ അതെ 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 പക്ഷെ തണുപ്പ് മാറാനുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിന് പോയാൽ അതുകൂടെ കാണിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല ക്ലൈമറ്റ്. തണുപ്പും ഒരു വാക്കിങ്ങിന് പോകാനുള്ളൊരു പ്ലാനുണ്ട്. നോക്കട്ടെ. അപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് പോവാം. കഴിച്ചോ? അടിപൊളിയല്ലേ? ഓക്കെ, ഞാനും കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഗ്രേവി ഉണ്ടല്ലോ. ഞാൻ ഗ്രേവി കൂട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ ഹൈദരാബാദ് ബിരിയാണി പൊതുവെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇത് കൊള്ളാം ആണല്ലേ. എനിക്ക് നമ്മുടെ നാട്ടിലെ മലബാർ തലശ്ശേരി ദം ബിരിയാണി അല്ലേ, മസാല, അതാണ് എൻ്റെ ഫേവറേറ്റ്. അത് ചെറിയ അരി, ഇത് വലിയ ഏരിയ ആണല്ലോ. ഇവരൊക്കെ വലിയ ഏരിയ മെയിനായിട്ട്. എങ്ങനെയുണ്ട്? ഈ റൈറ്റ് നല്ലതാണെന്ന് എടുക്കുന്നത്. ഞാനിവിടെ രണ്ടെണ്ണം ഒന്ന് കഴിച്ചിട്ടുണ്ടേ. അന്ന് അത് രണ്ട് ഞാൻ പോണ തിരക്കിൽ കയറി കഴിച്ചിട്ട് ഓടിപ്പോയത്. ഇത്തവണ ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റുന്നത്. നമുക്കടുത്ത് റൈറ്റ് ഒഴിച്ചൂടെ കഴിച്ചോക്കട്ടെ. നമ്മളെടുത്തത് ഒരു ഫാമിലി പാക്ക് ആയിരുന്നു. 550 ഒരു ഫാമിലി പാക്ക് 500 സംതിങ് ആണ്. അതിൽ 5 പീസ് ചിക്കനും ഇത്രയും റൈസും കിട്ടി നമുക്ക്. ഇത് കണ്ടോ, രണ്ടു പേർക്ക് ആവശ്യമായിട്ട് കഴിക്കാറേ, പിന്നെയും ബാക്കി ഉണ്ടാവും. സെറ്റ്. You guys ready? Well, come on, put your hands up.